إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അറബി മാസത്തിലെ 7ാമത്തെ മാസമായ റജബ് മാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തിൽ 12 മാസങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മാസങ്ങളുടെ കണക്കെന്ന് പറയുന്നത് 12 എണ്ണമാകുന്നു. ഫീ കിതാബില്ലാഹ്, അത് അല്ലാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ചതു മുതൽ തന്നെ ഒരു വർഷത്തിൽ 12 മാസങ്ങളാണെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിൻഹ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളിൽ 4 പവിത്രമായതാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതത്ര നേരായ ദീൻ. ഫലാ തസ്ലിമു ഫീഹിന്ന അൻഫുസകും, ആയതിനാൽ ആ മാസങ്ങളിൽ നിങ്ങൾ സ്വദേഹത്തോട് തന്നെ അക്രമം ചെയ്തു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ഈ പറഞ്ഞ 4 മാസങ്ങൾ ഏതാണ് എന്നുള്ളത് അവിടുത്തെ ഹദീസിൽ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അസ്സനതു 12 ശഹറ, വർഷം 12 മാസങ്ങളാണുള്ളത്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമായതാണ്. സലാസുൻ മുതവാലിയാത്ത്, 3 തുടരെ വരുന്നതാണ്. ദുൽഖഅദതി വദുൽഹിജ്ജ വൽ മുഹറം, ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവുമാണ് 11ാമത്തേതും 12ാമത്തേതും 1ാമത്തേതുമായ മാസങ്ങൾ. വറജബ്, 7ാമത്തെ മാസമായ റജബ് മാസവുമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ അറിയിക്കുകയാണ്. അല്ലാഹു തആല ഈ മാസങ്ങൾക്ക് പവിത്രതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞ കാര്യമാണ് ഫലാ തസ്ലിമു ഫീഹിന്ന അൻഫുസകും, ആയതിനാൽ ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ദേഹത്തോട് തന്നെ, സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോകാൻ പാടില്ല എന്നുള്ളത് മഹാന്മാരായ മുഫസ്സിറുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊടുക്കുകയാണ്. താബിഈയായ ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇന്ന ദുൽമ ഫിൽ അശ്ഹുരിൽ ഹുറും അഅ്ളമു ഖതീഅതൻ വവിസ്റൻ മിനൽ ദുൽമി ഫീമാ സിവാഹ. അശ്ഹുറുൽ ഹുറുമിലുള്ള പവിത്രമായ മാസങ്ങളിലുള്ള ഒരു തിന്മ എന്ന് പറയുന്നത് മറ്റു മാസങ്ങളിലും മറ്റു സമയങ്ങളിലും ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ്, ആ തിന്മക്കുള്ള ശിക്ഷ കൂടുന്നതാണ് എന്നുള്ളത് മുൻഗാമികൾ സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്കും ചില സ്ഥലങ്ങൾക്കും പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പവിത്രത അതുപോലെ കണക്കാക്കുക എന്നതിൽപ്പെട്ടതാണ്. അതിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഏതൊരു സമയത്തും തിന്മകൾ വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ മാസത്തിൽ നമ്മൾ പ്രത്യേകം കരുതിയിരിക്കണം. റജബ് മാസത്തിൽ പ്രത്യേകം കരുതിയിരിക്കണം. ഇത് പവിത്രമായ മാസത്തിൽപ്പെട്ടതാണ്. നമ്മുടെ തിന്മകളിൽ നിന്നും ബഹുദൂരം പിന്നിട്ട് നിൽക്കേണ്ടതാകുന്നു. തിന്മകളിൽ സംഭവിച്ചു പോയിട്ടുള്ള ആളുകൾ തൗബ ചെയ്ത് മടങ്ങേണ്ടതാകുന്നു എന്നുള്ള കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
റജബ് ഒരു പവിത്ര മാസമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചപ്പോഴും അവിടുന്ന് ഒരിക്കലും തന്നെ റജബ് മാസത്തിലായി പ്രത്യേകമായ എന്തെങ്കിലുമൊക്കെ ഒരു ഇബാദത്ത് നിർവഹിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടില്ല. റജബ് മാസത്തെ കരുതിയിരിക്കുന്നവർ പ്രാർത്ഥിക്കാൻ ഒരു ദിക്ർ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. റജബ് മാസത്തിൽ പ്രത്യേകമായി എന്തെങ്കിലുമൊക്കെ ഒരു ദുആ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നിസ്കാരമോ നോമ്പോ ഒന്നും തന്നെ ഈ പവിത്രമായ റജബ് മാസത്തിൽ പ്രവർത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല, നമുക്ക് പറഞ്ഞു തന്നിട്ടുമില്ല. അവിടുന്നാകട്ടെ സഹോദരങ്ങളെ നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കേണ്ടതായ മുഴുവൻ സൽക്കർമ്മങ്ങളും നമുക്ക് അറിയിച്ചു തന്നിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. നമ്മളെ നരകത്തിൽ നിന്നും അകറ്റേണ്ടതായ മുഴുവൻ സൽക്കർമ്മങ്ങളെ കുറിച്ചും അവിടുന്ന് കരുതി വളരെ കൃത്യമായി താക്കീത് ചെയ്തിട്ടാണ് സഹോദരങ്ങളെ ഈ ലോകത്തോട് വഫാത്തായി പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട്, ഏതെങ്കിലുമൊക്കെ പ്രഭാഷകര് സംസാരിക്കുന്നത് കേട്ടിട്ട് സോഷ്യൽ മീഡിയയിലോ മറ്റുമൊക്കെ അവർ പ്രചരിപ്പിക്കുന്ന കള്ള ഹദീസുകളും ദുർബലമായ കെട്ടിയുണ്ടാക്കിയ ഹദീസുകൾ കണ്ടിട്ട് ഈ മാസത്തിൽ പ്രത്യേകമായ ദിക്റുകളുണ്ട്, ഈ മാസത്തിൽ പ്രത്യേകമായ നോമ്പുണ്ട്, നിസ്കാരമുണ്ട് എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ വളരെ കൃത്യമായി മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ഹദീസിൽ അങ്ങനെ ഒരു കൃത്യമായ ഒരു നിസ്കാരമോ നോമ്പോ സഹോദരങ്ങളെ ഇതിൽ പഠിപ്പിച്ചിട്ടില്ല. സഹോദരങ്ങളെ ആളുകളിൽ പലരും പറയുന്ന ഒരു കാര്യമാണ് ഈ മാസത്തിൽ അത് പ്രത്യേകമായ ചില നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കാര്യം പറയുന്നുണ്ട്. ചിലർ പറയുകയാണ് അത് ആ റജബ് മാസത്തിന്റെ 1-ാമത്തെ ദിവസത്തിലാണ് നോമ്പെടുക്കേണ്ടത് എന്ന് പറയുന്ന ആളുകളുണ്ട്. വേറെ ചിലർ പറഞ്ഞു അതിന്റെ ആദ്യത്തെ വ്യാഴാഴ്ചയിലാണ് നോമ്പെടുക്കേണ്ടത്, അല്ലെങ്കിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നോമ്പെടുക്കേണ്ടത്. ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ട് പറയുന്നതൊക്കെ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ ഇതെല്ലാം ബിദ്അത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും റജബ് മാസത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക കൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഒരു നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് അങ്ങനെ നോമ്പനുഷ്ഠിക്കാൻ നമ്മെ അറിയിക്കുകയും ചെയ്തിട്ടില്ല. സ്വഹാബികൾ ആർക്കും അറിയില്ല, അവരാരും തന്നെ റജബ് മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ഒരു നോമ്പും അനുഷ്ഠിച്ചിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ജാഹിലിയത്തിലാണ് റജബ് മാസത്തിന് പ്രത്യേകമായൊരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുക എന്നുള്ള സ്വഭാവം ഉണ്ടായിട്ടുള്ളത്. ഇസ്ലാം വന്നതിന് ശേഷം അങ്ങനെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ മുൻഗാമികളായ ആളുകൾ തന്നെ ഈ ഒരു ബിദ്അത്തിനെ കുറിച്ച്, റജബ് മാസത്തിൽ ആളുകൾ അനുഷ്ഠിക്കുന്ന നോമ്പിനെ കുറിച്ചും നിസ്കാരത്തെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി താക്കീത് ചെയ്തിട്ടുണ്ട്. മഹാനായ അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഹിജ്റ 852 വഫാത്തായ ആലിമാണ്. അദ്ദേഹം ഈ റജബ് മാസത്തിൽ ആളുകൾ ധാരാളക്കണക്കിന് ഹദീസുകൾ കെട്ടിയുണ്ടാക്കി അതിൽ വഞ്ചിതരായിക്കൊണ്ട് ഒരുപാട് ഇബാദത്തുകൾ അത് നോമ്പും നിസ്കാരവുമായിട്ടൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ രചിക്കുകയുണ്ടായി. തബീനുൽ അജബ് ബിമാ വറദ ഫീ ഷഹ്രി റജബ്. റജബ് മാസത്തെക്കുറിച്ച് വന്നിട്ടുള്ള ഒരുപാട് അത്ഭുതം കൂറുന്ന കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ രചിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, ലം യരിദ് ഫീ ഫദ്ലി ഷഹ്രി റജബ് ولا صيامه ولا في صيام معين منه ولا في قيام ليلة مخصوصة فيه حديث صحيح يصلح للحجة. അദ്ദേഹം പറയുകയാണ്, റജബ് മാസത്തിന് പ്രത്യേകമായ ഒരു ഫദ്ലുണ്ടെന്ന് അറിയിക്കുന്നതോ ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകതയുണ്ടെന്ന് അറിയിക്കുന്നതോ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കൽ ഉണ്ടെന്ന് അറിയിക്കുന്നതോ അതിന്റെ രാവിൽ പ്രത്യേകമായ നിസ്കാരമുണ്ടെന്ന് അറിയിക്കുന്നതോ ആയ ഒന്നും തന്നെ വന്നിട്ടില്ല. ഹദീസുൻ സഹീഹുൻ, സ്വഹീഹായ ഒരു ഹദീസ് വന്നിട്ടേ ഇല്ല. യസ്ലുഹു ലിൽ ഹുജ്ജ, തെളിവിന് യോഗ്യമായ ഒരു ഹദീസ് വന്നിട്ടില്ല എന്നുള്ളതാണ്. സഹോദരങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സലഫികളായ ആളുകൾ, സ്വഹാബികളെ പിൻപറ്റുന്ന ആളുകൾ വളരെ കൃത്യമായി ഇത്തരം ബിദ്അത്തുകളെ താക്കീത് ചെയ്യുന്ന സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമാണ്, ഇവർക്കെല്ലാം ബിദ്അത്താണ്, ഇവർക്കെല്ലാം ബിദ്അത്താണ്. എന്ത് നിസ്കാരവും നോമ്പ് എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം മുടക്കുന്നവരായ ബിദ്അത്തിന്റെ ആളുകളാണ് ഇവരെന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ സുന്നത്തിനെ പിൻപറ്റുന്ന ആളുകൾ ആക്ഷേപിക്കാറുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ഇദ്ദേഹം വലിയ പാഠമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി അദ്ദേഹം പറയുകയാണ്, ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല, സ്വഹീഹായ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. യസ്ലുഹു ലിൽ ഹുജ്ജ, തെളിവിന് യോഗ്യമായ ഒരു സ്വഹീഹായ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മഹാനായ ഇബ്നുൽ ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ. അദ്ദേഹം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന കാര്യം
ഒരു അമലിൽ അത് ചെയ്യണമെങ്കിൽ സഹോദരങ്ങളെ ഹദീസ് സ്ഥിരപ്പെടേണ്ടതുണ്ട്. ഏതെങ്കിലുമൊക്കെ ദുർബല ഹദീസുകൾ കൊണ്ടോ കെട്ടിയുണ്ടാക്കിയ ഹദീസുകൾ കൊണ്ടോ ഏതെങ്കിലും ഒരു ആലിം അഭിപ്രായപ്പെട്ടു എന്നുള്ളത് കൊണ്ടോ ഇതൊന്നും തന്നെ സഹോദരങ്ങളെ അമലിന് അത് പ്രാപ്തമായതല്ല. ഇതൊന്നും ദീനുൽ ഇസ്ലാമിലെ തെളിവല്ല. മറിച്ച് ദീനുൽ ഇസ്ലാമിലെ തെളിവ് അത് ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ, സഹീഹായ തെളിവിന് യോജിക്കുന്ന ഒരു ഹദീസ് തന്നെ വേണ്ടതുണ്ട് എന്നുള്ളത് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം ഹിജ്റ 852 വഫാത്തായതാണ്. പിൽക്കാലത്ത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞതല്ല, ഏതെങ്കിലും ആധുനികനായ സലഫി പണ്ഡിതന്മാർ കണ്ടെത്തിയ ഒരു നിയമമല്ല. ഒരു അമൽ സ്ഥിരപ്പെടണമെങ്കിൽ സ്വഹീഹായ ഹദീസ് വേണമെന്നുള്ളത്. സഹോദരങ്ങൾ, പലപ്പോഴും സാധുക്കളെ പറ്റിക്കുന്നത് അങ്ങനെയാണ്. ഇവരെല്ലാത്തിനും ഹദീസ് വരുതും, എല്ലാത്തിനും ഹദീസ് പകരും. അങ്ങനെ എല്ലാത്തിനും ഹദീസൊക്കെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് സാധാരണക്കാരെ വഞ്ചിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം തന്നെ തുടർന്ന് പറയുന്നു, ലം യസിഹ ഫി ഫദ്ലി സൗമി റജബ് ബിഖുസൂസിഹി ഷൈഉൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അൻ അസ്ഹാബിഹി. റജബിന്റെ ഫദ്ൽ അറിയിക്കുന്നതായ ഒരു കാര്യം സ്ഥിരപ്പെട്ടിട്ടില്ല, അതിന്റെ പ്രത്യേകത അറിയിക്കുന്ന ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. വലാ അൻ അസ്ഹാബിഹി, അദ്ദേഹം മൻഹജുസ് സലഫ് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. സ്വഹാബികളിൽ നിന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ? സ്വഹാബികൾക്കറിയാത്ത, സ്വഹാബികൾ ചെയ്യാത്ത ഒരു ഫദ്ൽ, ഒരു ശ്രേഷ്ഠത നമ്മൾ ചെയ്യേണ്ടതില്ല. കാരണം എല്ലാ നന്മകളിലേക്കും അടുത്തിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീന് കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടുള്ള ഹദീസുകളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് സ്വഹാബികൾ. അവരിൽ നിന്നാരും ഒരാൾ പോലും റജബ് മാസത്തിന് എന്തെങ്കിലുമൊക്കെ ശ്രേഷ്ഠതയുള്ളതായി സഹോദരങ്ങളെ അറിയിച്ചു തന്നിട്ടില്ല. നോക്കൂ, നമുക്ക് തിരിച്ചാണ് കാണാൻ സാധിക്കുക. മഹാനായ അബൂ ശൈബ റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടാണ്. കാന യദ്രിബു അകുഫൻ നാസി ഫീ റജബ് ഹത്താ യദഉഹാ ഫിൽ ജിഫാൻ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന, ഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളെ കണ്ടാൽ അദ്ദേഹം കൈപിടിച്ചുകൊണ്ട് ഭക്ഷണ തളികയിലേക്ക് വെക്കുമായിരുന്നു, ബലം പ്രയോഗിച്ചുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം പറയും, കുലു, നിങ്ങൾ കഴിക്കണം. ഫഇന്നമാ ഹുവ ശഹ്റുൻ കാന യുഅല്ലിമുഹു അഹ്ലുൽ ജാഹിലിയ്യ. ജാഹിലിയത്തിലുള്ള ആളുകൾ അവരാണ് ഈ മാസത്തിന് ഒരു പ്രത്യേകതയൊക്കെ കൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നത്. നിങ്ങൾ ഭക്ഷണം കഴിക്ക് എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ജാഹിലിയത്തിന്റെ സ്വഭാവം ആളുകളിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ മാസത്തിന് അങ്ങനെ പ്രത്യേകം പുണ്യം കൽപ്പിച്ച് നോമ്പനുഷ്ഠിക്കേണ്ടതില്ല എന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരിക്കും മനസ്സിലാക്കുക, ഈ മാസത്തിൽ ഒരു ദിവസത്തിൽ പോലും പ്രത്യേകമായൊരു നോമ്പിന് ശ്രേഷ്ഠത അറിയിക്കുന്നതായ ഒന്നും തന്നെ ഇല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വഅമ്മാ സൗമു റജബ് ബിഖുസൂസിഹി ഫഅഹാദീസുഹു കുല്ലുഹു ദഈഫ ബൽ മൗദൂഅ. ഈ വിഷയത്തിൽ, റജബിന്റെ വിഷയത്തിൽ വന്ന അതിന്റെ ഫദ്ൽ അറിയിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു നോമ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും ഒന്നുകിൽ ദഈഫാണ്, ദുർബലമാണ്, അല്ലെങ്കിൽ മൗദൂആയ, കെട്ടിയുണ്ടാക്കിയ ഒരു സനദ് പോലുമില്ല. അല്ല, ഈ കാലത്ത് ഒരാൾ പറയാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സനദ് പോലും അങ്ങോട്ടേക്ക് എത്തുന്ന രൂപത്തിൽ ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള മൗദൂആയ, കെട്ടിയുണ്ടാക്കിയ ഹദീസുകളാണ് എന്നുള്ളത് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ വളരെ കൃത്യമായി അറിയിക്കുകയാണ്. സഹോദരങ്ങൾ, ഒരുപാട് ഹദീസുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ആളുകൾ ഷെയർ ചെയ്യുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്ന സമയത്ത് അതിന് മുകളിൽ ഒരു അറബി വാചകം കൂടി ഉണ്ടെങ്കിൽ പലരും തെറ്റിദ്ധരിച്ചു പോവുകയാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ ഉള്ളതായിരിക്കും, ഇല്ലാതെ പറയുമോ, ഇല്ലാതെ ഇവരൊക്കെ പറയുമോ, ഇവരൊക്കെ പഠിച്ച ആളുകളല്ലേ എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയും. അങ്ങനെ ഒരുപാട് ഹദീസുകൾ സഹോദരങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് റജബുൻ ഷഹറുല്ലാഹിൽ അസം. റജബ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിശബ്ദമായ, അഥവാ യുദ്ധമില്ലാത്ത, അങ്ങനെയുള്ള കലഹങ്ങളൊന്നുമില്ലാത്ത ഒരു മാസമാണ്. ശരിയാണ്, റജബ് എന്ന് പറയുന്നത് പവിത്രമായ, യുദ്ധം നിഷിദ്ധമായ മാസം തന്നെയാണ്. പക്ഷേ മൻ സാമ മിൻ റജബിൻ യൗമൻ ഈമാനൻ വഹ്തിസാബൻ ഇസ്തൗജബ റിദ്വാനല്ലാഹിൽ അക്ബർ. ആരെങ്കിലും ഈ മാസത്തിൽ ഈമാനോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി നോമ്പനുഷ്ഠിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കും, തൃപ്തി അവന് നിർബന്ധമായി തീരും എന്നൊക്കെ ഹദീസൊക്കെ കാണുമ്പോൾ ആളുകളായിരിക്കും ശരിയെന്നായിരിക്കും എന്ന് വിചാരിക്കും. സഹോദരങ്ങള്, ദുർബലമായ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഒരു അസ്ലുമില്ലാത്ത, ഒരു അടിസ്ഥാനവുമില്ലാത്ത ഹദീസാണെന്ന് വിലയിരുത്തിയിട്ടുള്ള ഹദീസാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ലം യസും റസൂൽ അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസും ബഅദ റമളാൻ
ഇല്ലാ റജബ് വ ശഅബാൻ. റമളാനിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബിലും ശഅബാനിലും അല്ലാതെ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല എന്നുള്ളത് സഹോദരങ്ങളെ ദഈഫും മുൻകറുമായ അങ്ങേയറ്റം മോശപ്പെട്ട ഹദീസാണിത്. യാതൊന്നും ഇതിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ചില റിവായത്തുകളിൽ ഈ ദിവസത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ, റജബിൽ ഒരു ദിവസം നോമ്പെടുത്താൽ വർഷം മുഴുവൻ നോമ്പെടുത്തതുപോലെ അങ്ങനെ ഹദീസുകൾ കാണാം. 100 വർഷം നോമ്പെടുത്തതുപോലെ അങ്ങനെയും ഹദീസ് കാണാം. അങ്ങനെ ആരെങ്കിലുമൊക്കെ 7 ദിവസം നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ നരകത്തിന്റെ 7 കവാടങ്ങൾ അവന് നേരെ കൊട്ടിയടക്കപ്പെടും, നരകത്തിൽ പ്രവേശിക്കുകയില്ല. അങ്ങനെ ഹദീസ് കാണാം. ആരെങ്കിലും 8 ദിവസം നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ 8 കവാടങ്ങളും അവന് വേണ്ടി തുറക്കപ്പെടും. ഇതൊക്കെ വളരെയധികം ആളുകൾക്ക് താല്പര്യമുണ്ടാക്കുന്ന രൂപത്തിൽ, ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ സഹോദരങ്ങളെ ഒരുപാട് ഹദീസുകൾ ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്തത് ആളുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മനസ്സിലാക്കുക, അങ്ങനെ ഒരു നോമ്പും പ്രത്യേകമായി ഈ മാസത്തിൽ നമ്മൾ എടുക്കേണ്ടതില്ല. അങ്ങനെ ആരെങ്കിലും ശ്രേഷ്ഠത ഉദ്ദേശിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് ബിദ്അത്തായി തീരും, അതിന് പ്രതിഫലം ലഭിക്കുകയില്ല. എന്നാൽ സാധാരണ ആളുകൾ എടുക്കുന്ന തിങ്കളും വ്യാഴമുള്ള നോമ്പുകൾ ആളുകൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ മാസത്തിലുള്ള 3 നോമ്പുകൾ 13, 14, 15 തീയതികളിലോ അതല്ലാത്ത തീയതികളിലോ ആരെങ്കിലുമൊക്കെ അങ്ങനെ 3 നോമ്പുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു നോമ്പ് ഒഴിവാക്കുകയും ഒരു നോമ്പ് എടുക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള സുന്നത്തായ നോമ്പുകളൊക്കെ എടുക്കുന്ന രീതി ആരെങ്കിലുമൊക്കെ അവലംബിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അവന് ചെയ്യാവുന്നതാണ്. പക്ഷേ റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു നോമ്പ് സഹോദരങ്ങളെ ഒരു ഹദീസും അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല. ഏതെങ്കിലുമൊക്കെ മുസ്ലിയാക്കന്മാർ അവരിങ്ങനെ ഗീർവാണം മുഴക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഒന്നുകിൽ അവൻ ഇതുമായി ബന്ധപ്പെട്ട വിവരമില്ലാത്ത ആളായിരിക്കും, അതല്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ടും ജനങ്ങളെ വഞ്ചിക്കുന്ന ആളുകൾ മാത്രമാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ ഈ മാസത്തിൽ പ്രത്യേകമായ ചില നിസ്കാരങ്ങളുണ്ട് എന്നും ആളുകളെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. ഇത് ഈ കാലഘട്ടത്തിൽ മാത്രം തുടങ്ങിയതല്ല, മറിച്ച് വളരെ കാലമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ബിദ്അത്താണ്. ശരിയാണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബിദ്അത്താണ്. പക്ഷെ അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുകയില്ല എന്ന് മനസ്സിലാക്കുക. സ്വലാത്തുർ റഗായിബ്, ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള നിസ്കാരം എന്ന് പറഞ്ഞ് ഒരു നിസ്കാരമുണ്ട്. അത് റജബിന്റെ സഹോദരങ്ങളെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി മഗ്രിബിന്റെയും ഇശയുടെയും ഇടയിൽ നിർവഹിക്കപ്പെടുന്ന ഒരു നിസ്കാരമാണ്. 5-ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ളതാണ്. 5-ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള ഒരു ബിദ്അത്താണ്. ഇമാം അൽ ഫഖീഹ് ഇബ്നു അൽ അത്താർ അശ്ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അൽ അഹാദീസുൽ മർവിയ്യതു ഫീ ഫദ്ലിഹാ കുല്ലുഹാ മൗളൂഅ ബിൽ ഇത്തിഫാഖി അഹ്ലി നഖ്ലി വൽ അദാല. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും, ഇതിന്റെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന മുഴുവൻ ഹദീസുകളും കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളാണ് എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ അൽ ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ലം യസിഹ ഫീ റജബ് സലാത്തുൻ മഖ്സൂസത്തുൻ തഹ്തസ്സു ബിഹി. റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു നിസ്കാരവും അത് സ്ഥിരപ്പെട്ടിട്ടില്ല. വൽ അഹാദീസുൽ മർവിയ്യതു ഫീ ഫദ്ലി സലാത്തിർ റഗായിബ് കദിബുൻ വബാതിലുൻ ലാ തസിഹ്. ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളെല്ലാം തന്നെ അത് കള്ളമാണ്, ബാത്തിലാണ്, സ്ഥിരപ്പെടാത്തതാണ്. വഹാദിഹി സ്വലാത്തു ബിദ്അത്തുൻ ഇൻദ ജുംഹൂരിൽ ഉലമാ. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇത് ബിദ്അത്തായ ഒരു നിസ്കാരമാണ് എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. സഹോദരങ്ങളെ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, നിസ്കാരമല്ലേ, അതിൽ ദിക്റല്ലേ ഉള്ളത്, ഇന്ന സൂറത്തുകളൊക്കെ അല്ലേ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലേ, അങ്ങനെയുള്ള നിസ്കാരത്തിന്റെ പേര് പറഞ്ഞ് ദിക്റിന്റെ പേര് പറഞ്ഞ് അവരാരും ഈ നിസ്കാരത്തെ ശരിവെക്കുന്നില്ല. മറിച്ച് മഹാന്മാരായ ഇമാമിങ്ങളെല്ലാം പരിഗണിക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. നോക്കൂ, ഹാഫിദ് നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ മജ്മൂഇൽ പറയുന്നത്, നവവി റഹിമഹുല്ലാഹു തആല വളരെയധികം പുകഴ്ത്തുകയും അദ്ദേഹം നമ്മുടെ ഇമാമാണെന്ന് പറയുകയും ചെയ്യുന്ന ഷാഫിഈകളായ ആളുകൾ അവർ വളരെ കൃത്യമായി കേൾക്കേണ്ടതുണ്ട്. നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ മജ്മൂഇൽ പറയുകയാണ്, ഇതിൽ ഒരുപാട് അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. അസ്സലാത്തുൽ മഅറൂഫത്തു ബി സലാത്തുർ റഗായിബ്. സലാത്തുർ റഗായിബ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള നിസ്കാരം വഹിയ 12 റക്അ തുസല്ല ബൈനൽ മഗ്രിബി വൽ ഇശാ ലൈലത അവ്വലി ജുമഅത്തിൻ ഫീ റജബ്. അത് 12 റക്അത്ത് നിസ്കാരമാണ്. അത് നിർവഹിക്കപ്പെടുന്നത് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ്, മഗ്രിബിന്റെയും ഇശയുടെയും ഇടയിലാണ് നിർവഹിക്കപ്പെടുന്നത്. അതുപോലെ മറ്റൊന്നുണ്ട്, വസലാത്തു ലൈലത്തി നിസ്ഫി ശഅബാൻ 100 റക്അ. അതുപോലെ തന്നെ ശഅബാൻ 15-ന് ഒരു 100 റക്അത്ത് നിസ്കാരമുണ്ട്. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഈ പറയുന്ന നിസ്കാരത്തെക്കുറിച്ച് നവവി റഹിമഹുല്ലാഹ് എന്തു പറയുന്നു? നിസ്കാരത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്തെങ്കിലുമൊക്കെ മോശത്തരെ കുറിച്ചല്ല, വഷളത്തരെ കുറിച്ചല്ല. കാരണം പലപ്പോഴും സലഫികൾ ബിദ്അത്തിനെ എതിർക്കുന്ന
നടക്കുന്ന സമയത്ത് ഇവർക്ക് എന്തിനാണ് ഇത്തരം ഇബാദത്തുകൾ എതിർക്കുന്നതെന്ന് പറഞ്ഞ് ആളുകളെ കണ്ണിൽ പൊടിയിടാറുണ്ട്, ആളുകളെ പറ്റിക്കാറുണ്ട്. നവവി റഹിമഹുല്ല ഈ രണ്ട് നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. വഹാതാനി സ്വലാത്താനി ബിദ്അത്താനി വമുൻകറതാനി ഖബീഹതാൻ. ഈ രണ്ട് നിസ്കാരങ്ങളും ബിദ്അത്തുകളാണ്, വെറുക്കപ്പെട്ടതാണ്, മോശപ്പെട്ടതാണ്. റഹിമഹുല്ല അദ്ദേഹം വളരെ കൃത്യമായി ബിദ്അത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നു. വലാ യുഗ്തറു ബിദിക്രിഹിമാ ഫീ കിതാബി ഖൂത്തുൽ ഖുലൂബി വ ഇഹ്യാഇ ഉലൂമുദ്ദീൻ. ഇഹ്യാ ഉലൂമുദ്ദീനിലും ഖൂത്തുൽ ഖുലൂബിലൊക്കെ ഉള്ളതുപോലെ കണ്ടതുകൊണ്ട് ആരും വഞ്ചിതരാകേണ്ടതില്ല. അല്ലെ, ഇമാം ഗസ്സാലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞു എന്നുള്ളത് ദീനിൽ തെളിവാണോ? ഒരിക്കലും തെളിവല്ല. നവവി റഹിമഹുല്ല ഈ അടിസ്ഥാനം അഹ്ലുസുന്നത്തിനെ പഠിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഇമാം ഒരു കാര്യം അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി എന്നുള്ളത് ഒരിക്കലും തന്നെ അഹ്ലുസുന്നത്തിന്റെ ഇടയിൽ സഹോദരങ്ങളെ അത് അമല് ചെയ്യാനുള്ള തെളിവല്ല. കാരണം അവർക്ക് തെറ്റുപറ്റാം, അവർ ഹദീസ് സഹീഹാണെന്ന് വിചാരിക്കാം, മറ്റെന്തെങ്കിലുമൊക്കെ ഉദ്ർ അവർക്കുണ്ടായേക്കാം. അവർ പരിഗണനീയമായ ഇമാമിങ്ങളാണെങ്കിലും ശരി, അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്, വലാ യുഖ്തറു ബിദിക്രിഹിമാ ഫീ കിതാബി ഖൂത്തുൽ ഖുലൂബി വ ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇഹ്യാ ഉലൂമുദ്ദീനിലും ഖൂത്തുൽ ഖുലൂബിലൊക്കെ കണ്ടതുകൊണ്ട് നിങ്ങൾ ആരും വഞ്ചിതരാകേണ്ടതില്ല. വലാ ബിൽ ഹദീസിൽ മദ്കൂരി ഫീഹിമാ. അതുപോലെ ഹദീസ് എന്തെങ്കിലും കാര്യം ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിലും നിങ്ങൾ വഞ്ചിതരാകേണ്ടതില്ല. ഫഇന്ന കുല്ല ദാലിക ബാത്തിലുൻ. കാരണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസുകളും ബാത്തിലാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ പല ക്ലിപ്പുകളും പല പ്രസംഗങ്ങളും കാണുമ്പോൾ ഈ നവവി റഹിമഹുല്ലയുടെ ഈ വാക്ക് സഹോദരങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കുക, എല്ലാം ബാത്തിലാണ്. വലാ യഖ്തറു ബിബഅദി മൻ ഇശ്തബഹ അലൈഹി ഹുക്മുഹുമാ മിനൽ അഇമ്മത്തി ഫസന്നഫ വറഖാത്തുൻ ഫി ഇസ്തിഹ്ബാബിഹിമാ. ചില പണ്ഡിതന്മാരൊക്കെ ഇത് ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ചില കടലാസ് ചില വാക്കുകളൊക്കെ എഴുതി കുറിച്ചിട്ടുണ്ട്. ഇതൊക്കെ റജബ് മാസത്തിന്റെ പുണ്യമൊക്കെ ചില കിതാബൊക്കെ എടുത്തുകൊണ്ടുവരുമ്പോൾ നവവി റഹിമഹുല്ലയുടെ ഈ വാക്ക് മനസ്സിലാക്കുക. അദ്ദേഹം പറയാണ്, ചില പണ്ഡിതന്മാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ശരി തന്നെ, പക്ഷേ ഫഇന്നഹു ഗാലിത്തുൻ ഫീ ദാലിക്. അത് തെറ്റാണ് അവർക്ക് സംഭവിച്ചത്. കാരണം അങ്ങനെ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ മുസ്ലിമീങ്ങൾ വഞ്ചിക്കാൻ വരേണ്ടതില്ല. ഇമാമിങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഒരിക്കലും ദീനിൽ തെളിവല്ല. അത് ഇമാം പറഞ്ഞ് നമ്മൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് ഇമാമിങ്ങളെ ഇകഴ്ത്തലുമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലേക്ക് മടങ്ങുക, അവിടെ ഉപേക്ഷിച്ചത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഖദ് സന്നഫ ശൈഖുൽ ഇമാം അബൂ മുഹമ്മദ് അബ്ദുറഹ്മാൻ ബിൻ ഇസ്മായിൽ അൽ മഖ്ദിസി റഹിമഹുല്ലാ കിതാബൻ നഫീസൻ ഫീ ഇബ്താലിഹിമാ ഫഅഹ്സന ഫീഹി വഅജാദ റഹിമഹുല്ലാ. നോക്കൂ സഹോദരങ്ങളെ, അദ്ദേഹം ഈ പറയുന്ന ഇത്തരത്തിലുള്ള ആ കാര്യങ്ങളെ ബിദ്അത്തുകളെ എതിർത്ത ഒരു പണ്ഡിതനെ അദ്ദേഹം അബ്ദുറഹ്മാൻ ഇസ്മായിൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹം ഒരു മറുപടി എഴുതിയിട്ടുണ്ട് ഈ ബിദ്അത്തുകൾക്ക്. അത് വളരെയധികം നല്ലൊരു കിതാബാണ്. അദ്ദേഹം വളരെ നല്ല മികവ് അതിൽ പുലർത്തിയിട്ടുണ്ട് എന്ന് നവവി റഹിമഹുല്ലാ ബിദ്അത്തുകൾക്കെതിരെ സംസാരിച്ച അതിന്റെ വസ്തുത വ്യക്തമാക്കി കൊടുത്ത പണ്ഡിതനെ പുകഴ്ത്തുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. എന്നിട്ട് നവവി റഹിമഹുല്ലാ ഇത് അദ്ദേഹം അൽ മജ്മൂഇൽ പറഞ്ഞതാണ്. അദ്ദേഹത്തിന് സ്വഹീഹ് മുസ്ലിമിനുള്ള വിശദീകരണമുണ്ട്, ശറഹ് സഹീഹ് മുസ്ലിം. അതിൽ അദ്ദേഹം പറയുകയാണ്, ഖാത്തലല്ലാഹു വാളിഅഹാ വമുഖ്തറഅഹാ. ഈ റജബിന്റെ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ മൗലു ആയിട്ടുണ്ടാക്കിയ കെട്ടിയുണ്ടാക്കിയ ആളുകൾക്ക് അള്ളാഹു അവർക്ക് ശാപം കൊടുക്കട്ടെ, നാശമാണ് അവർക്കുള്ളത്. ഫഇന്നഹാ ബിദ്അത്തുൻ മുൻകറത്തുൻ മിനൽ ബിദ്അഹ് അല്ലദി ഹിയ ളലാല വജഹാല വഫീഹാ മുൻകറാത്തുൻ ളാഹിറ. കാരണം ഇതെല്ലാം ബിദ്അത്തുകളാണ്, മുൻകറത്തുകളാണ്, ഇതെല്ലാം ളലാലത്താണ്, ജഹാലത്താണ് എന്ന് വളരെ വ്യക്തമായി നവവി റഹിമഹുല്ലാ പറയാൻ. ഇനി ഏതെങ്കിലുമൊക്കെ സലഫികളാണ് ഇത് പറഞ്ഞിട്ടുള്ളതെങ്കിലോ എത്ര മോശമായിട്ടായിരിക്കും അവരോട് പ്രതികരിക്കുക, അല്ലെ? നിസ്കാരത്തെ കുറിച്ചാണ് എതിർക്കുന്നത്, നോമ്പിനെ കുറിച്ചാണ് എതിർക്കുന്നത്. ആളുകളും നിസ്കരിക്കട്ടെ, നോമ്പെടുക്കട്ടെ, ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ബിദ്അത്താണ് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നവവി റഹിമഹുല്ലയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് അദ്ദേഹം പഠിപ്പിക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. ഏതൊരു അമലും ദീനിൽ സ്ഥിരപ്പെടണമെങ്കിൽ അത് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മൾ അറിയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹീഹായി നമുക്ക് സ്ഥിരപ്പെട്ട് കിട്ടണം. മുൻഗാമികൾ അത് അങ്ങനെ തന്നെ കൃത്യമായി മനസ്സിലാക്കി അമലാക്കി കാണിച്ചു തരണം. ഇതാണ് സഹോദരങ്ങളെ നമ്മൾ ദീനിൽ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കേണ്ടത്. അതല്ലാതെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലുമൊക്കെ കിതാബിൽ എഴുതി വെച്ചു എന്നുള്ളത് ഒരിക്കലും ദീനിൽ തെളിവല്ല എന്നുള്ള അടിസ്ഥാനം മനസ്സിലാക്കുക. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, റജബ് മാസത്തിൽ പിന്നീട് ആളുകൾ പ്രചരിപ്പിക്കാറുള്ള മറ്റൊരു കാര്യമാണ് ഇസ്റാഉം മിഅ്റാജും നടന്നിട്ടുള്ളത് റജബിലാണ്. വിശിഷ്യ റജബിലെ 27-ലാണ്. അതുകൊണ്ട് അന്ന് പ്രത്യേകമായ നോമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയോ
അതിന്റെ ഫضില് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയോ ചെയ്യാത്ത ഒരുപാട് മുസ്ലിയാക്കന്മാർ ഈ ബിദ്അത്തുകൾ ചെയ്യുന്നതിനു വേണ്ടി ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇസ്രാ മിഅ്റാജ് അത് സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറമിൽ നിന്നും ബൈത്തുൽ മഖ്ദിസിലേക്ക്, ഫലസ്തീനിലുള്ള ബൈത്തുൽ മഖ്ദിസിലേക്ക് രാപ്രയാണം നടത്തിയതിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. പിന്നീട് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശത്തിന് മുകളിൽ ഒരു അടിമക്ക് എത്താൻ സാധിക്കുന്നതിൽ ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്ന രാത്രി യാത്രക്കാണ് മിഅ്റാജ് എന്നും പറയുന്നത്. ഇത് രണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് വിശ്വസിക്കൽ നിർബന്ധവുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ പണ്ഡിതന്മാർക്കിടയിൽ ഇത് എപ്പോഴാണ് സംഭവിച്ചത് എന്നുള്ളത് വലിയ അഭിപ്രായ വ്യത്യാസം കാണാൻ സാധിക്കും. വലിയ അഭിപ്രായ വ്യത്യാസം ഇതിലുണ്ട്. ചിലർ പറഞ്ഞു അത് റബീഉൽ അവ്വലിലാണ്, വേറെ ചിലർ പറഞ്ഞു അത് റബീഉൽ ആഖിറിലാണ്. റജബിലാണെന്ന് പറഞ്ഞവരുണ്ട്, റമളാനിലാണെന്ന് പറഞ്ഞവരുണ്ട്, ഷവ്വാലിലാണെന്ന് പറഞ്ഞവരുണ്ട്, ദുൽഖഅദയിലാണെന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെയൊക്കെ അഭിപ്രായമുണ്ട്. ബുദ്ധിയുള്ള ആളുകളെ ശ്രദ്ധിക്കുക, ചിന്തിക്കുക. ഈ പറയുന്ന ദിനത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നെങ്കിൽ മുസ്ലിം ഉമ്മത്തിൽ ഈ ഒരു തീയതിയെ തൊട്ട് അവർക്ക് തെറ്റിപ്പോകുമോ? റമളാൻ മാസം അത് എപ്പോഴാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഷവ്വാൽ 1 എല്ലാവർക്കും അറിയാം, ആഘോഷിക്കേണ്ടതാണ്. ദുൽഹിജ്ജ 9, 10 ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊന്നും ആർക്കും മാറിപ്പോയിട്ടില്ല. കാരണം മുസ്ലിമീങ്ങൾ അങ്ങനെ അമൽ ചെയ്തുകൊണ്ട് വരികയാണ്. ഇത് ഹിജ്റ 5-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലും ഒക്കെ അമൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തിന് എങ്ങനെയാണ് സഹോദരങ്ങളെ അതിന് തീയതി കണക്കാക്കാൻ സാധിക്കുക? അതുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ശേഷം പറയുന്ന ആളുകളിലൊക്കെ കാണാൻ സാധിക്കും. ആ അഭിപ്രായങ്ങളിൽ തന്നെ ഏറ്റവും ദുർബലമായ ഒരു അഭിപ്രായം മാത്രമാണ് അത് നടന്നത് റജബ് 27-നാണ് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഇസ്രാഉം മിഅ്റാജും ഉള്ളത് തന്നെയാണ്. പക്ഷേ അത് റജബ് 27-നാണ് സംഭവിച്ചത് എന്നുള്ളത് പോലും യാതൊന്നും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമല്ല. ഖാലൽ ഫഖീഹ് മാലികി ഇബ്നു ദിഹ്യ, മാലികി പണ്ഡിതനായ ഇബ്നു ദിഹ്യ റഹിമഹുള്ള പറഞ്ഞു, ദക്കറ ബഅദുൽ ഖുസ്സാസ് അന്നൽ ഇസ്റാ കാന ഫി റജബ്. കഥ പറയുന്ന പ്രസംഗത്തിൽ ഒരുപാട് കഥകൾ പറഞ്ഞ ആളുകൾ, ഇങ്ങനെ കരയിപ്പിക്കുന്ന അങ്ങനെ കഥാപ്രസംഗം നടത്തുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള കുറെ കഥാപ്രസംഗികർ അവർ പറഞ്ഞിരിക്കുന്നു ഇസ്രാ റജബിലാണെന്നുള്ളത്. വദാലിക ഇൻദ അഹ്ലു തഅദീൽ വതജ്രീഹ് ഐനുൽ കദിബ്. അത് മഹാന്മാരായ പണ്ഡിതന്മാരുടെ അടുക്കൽ അത് വ്യക്തമായ കളവാണ്, ശുദ്ധ അസംബന്ധമാണ് എന്ന് സഹോദരങ്ങളെ അദ്ദേഹം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇബ്നുൽ അത്താർ അശ്ശാഫിഈ റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, സക്കറ ബഅദുഹും അന്നൽ മിഅ്റാജ വൽ ഇസ്റാ കാന ഫീ വലം യസ്ബുത് ദാലിക്. പലരും പറയുന്നുണ്ട് ഇസ്രാവും മിഅ്റാജും റജബിലാണെന്നുള്ളത്. അതൊന്നും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമേ അല്ല എന്ന് സഹോദരങ്ങളെ മുൻഗാമികളായ ഇമാമിങ്ങൾ പറഞ്ഞതാണ്. ഏതെങ്കിലും ആധുനിക സലഫി പണ്ഡിതൻ പറഞ്ഞിട്ടുള്ളതല്ല. വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ അതെങ്ങാനും റജബ് 27-നാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ റജബ് മാസത്തിലാണ് സംഭവിച്ചത് എന്ന് നമ്മൾ സങ്കല്പിച്ചാലും ആരാണ് ആ ദിവസത്തിൽ പ്രത്യേകമായി എന്തെങ്കിലുമൊക്കെ ഇബാദത്തുകൾ, നിസ്കാരം, നോമ്പ്, ദിക്ർ, ദുആ ഇത് നിയമമാക്കാൻ ആരാണ് നമുക്ക് അവകാശം നൽകിയിട്ടുള്ളത്? ഈ ദിവസം ഇതാണ് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ആ ദിവസത്തിൽ പ്രത്യേകമായി നോമ്പ് അനുഷ്ഠിച്ച് കാണിക്കുമായിരുന്നു, സ്വഹാബികൾ ചെയ്യുമായിരുന്നു. അതെങ്ങാനും ഹൈറായിരുന്നെങ്കിൽ സഹോദരങ്ങളെ അവർ നമ്മെ തീർച്ചയായും മുൻകടക്കുമായിരുന്നു. അങ്ങനെ ഒന്നും തന്നെ സഹോദരങ്ങളെ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ കൃത്യമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ടും സഹോദരങ്ങളെ ഹക്ക് സ്വീകരിക്കാൻ, സത്യം സ്വീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ വീണ്ടും വീണ്ടും ഓരോ വർഷം വരുമ്പോഴും അവർക്ക് സാധിക്കുന്ന എല്ലാ രൂപത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. ബിദ്അത്ത് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ ഖുതുബകളുടെ ആരംഭത്തിലും പറയുന്ന കാര്യമായിരുന്നു, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. പിന്നീടുണ്ടാകുന്ന മുഴുവൻ കർമ്മങ്ങളും അതെല്ലാം ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തും ളലാല. എല്ലാ ബിദ്അത്തുകളും സഹോദരങ്ങളെ വഴികേടാണെന്ന് അവർ പറയുമായിരുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, കുല്ലു ബിദ്അത്തും ളലാല. എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. വ ഇൻ റആഹ അന്നാസു ഹസന. ജനങ്ങളത് നന്മയാണ്, ഹസനത്താണ് എന്ന് പറഞ്ഞാലും ശരി, എല്ലാ ബിദ്അത്തുകളും സഹോദരങ്ങളെ അത് ളലാലത്താണ്, വഴികേടാണ് എന്ന് മുൻഗാമികൾ, സ്വഹാബികൾ സഹോദരങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങൾ, ബിദ്അത്തിന്റെ അപകടത്തിൽപ്പെട്ട കാര്യമാണ്. ബിദ്അത്തുകാരൻ ഒരിക്കലും തൗബ ചെയ്യാനുള്ള വകുപ്പില്ല. കാരണം അവൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അത് നല്ല പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ റജബ് മാസം കഴിഞ്ഞാൽ അല്ലാഹുമ്മ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കൂല, ഇസ്തിഗ്ഫാർ തേടൂല. കാരണം റജബിൽ എന്തോ പുണ്യം ചെയ്തതുപോലെയാണ് ഇവൻ തോന്നുന്നത്. എന്നാൽ വല്ല തിന്മ ചെയ്തവൻ, കള്ളു കുടിച്ചവൻ, മോഷ്ടിച്ചവൻ ഇവരൊക്കെ ചിലപ്പോ മനം മാറിയാൽ, അള്ളാഹുവിനോട്
ഖേദിച്ച് പ്രാർത്ഥിക്കും, റബ്ബെ പുറത്തു തരണമെന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ബിദ്അത്തുകാരന്റെ അവസ്ഥ സഹോദരങ്ങളെ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പുണ്യമാണെന്നുള്ള ചെയ്ത പ്രതീക്ഷയിൽ അവനെപ്പോഴും തൗബ ചെയ്യൽ തടയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പല മസ്ജിദുകളിലും അവരുടെ ബിദ്അത്തായ കൂട്ടപ്രാർത്ഥനകളിൽ പുതിയൊരു ബിദ്അത്ത് ഉൾപ്പെടുത്തിയത് കാണാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പറയുന്ന പ്രാർത്ഥന ഉൾപ്പെടുത്തിയത് കാണാം. ഇബ്നു ഹജർ അസ്ഖലാനിയും ഇബ്നു റജബ് അൽ ഹംബലിയും റഹിമഹുമുല്ലാ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം ദഈഫാണ്, ദുർബലമാണ് എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ ഈ ഒരു പ്രാർത്ഥന. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകമായി ഇങ്ങനെ ഒരു പ്രാർത്ഥന അത് പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തനുസരിച്ച് അമലുകൾ ചെയ്യാനും എല്ലാ രൂപത്തിലുള്ള വിശ്വാസപരമായതും കർമ്മപരമായതുമായ ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖ്ഖഹാ വജില്ലഹാ സിർറഹാ വഅലാനിയതഹാ സഗീറഹാ വകബീറഹാ യാ അർഹമർ റഹീമീൻ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم.